അപ്പോൾ BJPയുടെ ഒരു 10,000 വോട്ടും കൂടെ മറയ്ക്കാൻ അവിടെ കപ്പാസിറ്റി ഉള്ള സ്ഥലമാണ്. അല്ല, ആൾക്കാരെ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഭാഗത്ത് ആൾക്കാരുള്ളപ്പോൾ അവർ വിജയിക്കുക തന്നെ ചെയ്യുമല്ലോ. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അർഹിക്കാത്ത ഒരു പരിഗണന, അദ്ദേഹത്തെക്കാൾ കഴിവും പരിചയമുള്ള സീനിയറായ ധാരാളം ആളുകളുണ്ട്. വളഞ്ഞ വഴി കൂടെ പിണറായി വിജയൻ ഏത് കാര്യങ്ങളും നേടാൻ കഴിവുള്ള ആളാണ്. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അമിത ആത്മവിശ്വാസം അപകടം ചെയ്യും. അത് അഹങ്കാരത്തിലേക്ക് മാറിത്തീരുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ LDFന് സംഭവിക്കുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോളൊക്കെ പ്രവചിക്കുന്നത് കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടുള്ള വിജയമാണ്, വലിയ ഭൂരിപക്ഷത്തിൽ അവർ വരും എന്നുള്ളതാണ്. അപ്പോഴും മുഹമ്മദ് റിയാസിന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരുന്നതാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. ജനം യഥാർത്ഥത്തിൽ കേരളത്തിലെ വലിയൊരു ശതമാനം ജനം മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്ന് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അല്ല, ആൾക്കാരെ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ആൾക്കാരുള്ളപ്പോൾ അവർ വിജയിക്കുക തന്നെ ചെയ്യുമല്ലോ. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിന് കാരണം കഴിഞ്ഞ തവണ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5000 വോട്ട് വരെ LDF പിന്നിലായ സ്ഥലങ്ങൾ UDF വിജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള 30 മണ്ഡലങ്ങളുണ്ട്. ആ 30 മണ്ഡലങ്ങളിൽ അവർ രഹസ്യധാരണ BJPയുമായി ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു വസ്തുതയാണ് പിണറായി വിജയൻ്റെയും അതേപോലെ മുഹമ്മദ് റിയാസിൻ്റെ ആത്മവിശ്വാസം എന്നാണ് കരുതുന്നത്. ഈ സ്ഥലങ്ങളിൽ ആവറേജ് 7000 മുതൽ 8000 വരെ വോട്ട് BJPയുടെ വോട്ട് LDFന് അനുകൂലമായി ചെയ്തു എന്ന് പറയുന്ന വളരെ രഹസ്യമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പന്തലൊരുക്കിക്കോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നാണ് പിണറായി വിജയനുമായി ഏറ്റവും അടുത്തുള്ള ഒരു CPM നേതാവിനോട് പറഞ്ഞത്. അതായത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ആവറേജ് നെക്കായിട്ടുള്ളൊരു ഫൈറ്റ് ആയിരിക്കും. അതിൽ ഒരു 10-20 സീറ്റിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ഈ 20 സീറ്റിൽ, അതായത് കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5000 വോട്ട് വരെ പിന്നിലായ UDFന് അനുകൂലമായി വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ 5000 വോട്ട് തൊട്ട് 7000 വോട്ട് മറച്ചു കുത്തിക്കഴിഞ്ഞാൽ അവിടെ UDFന് പരാജയം വരും. അങ്ങനെ പരാജയപ്പെടുന്ന ഒരു 20-25-30ഓളം സീറ്റുകൾ ഇതിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷം പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് 90 സീറ്റാണ്. ഈ 90 സീറ്റിൽ നിന്ന് 30 സീറ്റ് കുറഞ്ഞാൽ എത്രയാവും? 60 സീറ്റാവും. ഇനി അതല്ല 80 സീറ്റാണ് കിട്ടുന്നതെങ്കിൽ 50 സീറ്റായി UDFനെ മാറ്റാൻ പറ്റും. ഈ തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റിയിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ തോതിൽ പ്രചരണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറ്റു വശങ്ങളാണ്. നെഗറ്റീവ് വോട്ട്സ് ആയിരുന്നു ഇത്തവണ LDFനെ ഇതാക്കിയിരുന്നെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എല്ലാ മേഖലകളിലും പ്രകടമായിരുന്നു. പിണറായി വിരുദ്ധ വികാരമായിരുന്നു ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ. അങ്ങനെയുള്ള സ്ഥലത്ത് ഒന്ന് ശബരിമല കൊള്ള, ന്യൂനപക്ഷ ഏകീകരണം, ഭരണവിരുദ്ധ വികാരം തുടങ്ങി പല ഘടകങ്ങൾ LDFന് എതിരെയായിരുന്നു. ആ രൂപത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും അത്ര റിസൾട്ട് കിട്ടാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഈ പറയുന്ന 30 സീറ്റുകളിൽ ഈ 18ഓളം സീറ്റുകളാണ് 3000-ഓളം തൊട്ട് 5000, ബാക്കി 12ഓളം സീറ്റുകൾ 5000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. ഈ സീറ്റുകളിൽ BJPയുടെ RSSൻ്റെ ആസൂത്രിതമായ വോട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അട്ടിമറിക്കാൻ പറ്റും. പക്ഷെ അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് 4-ാം തീയതി മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പിണറായി വിജയൻ പന്തൽ കെട്ടാൻ കൃത്യമായി പറഞ്ഞു എന്നുള്ളത് വളരെ വസ്തുതയാണ്. ബേപ്പൂര് അപ്പം മുഹമ്മദ് റിയാസ് ജയിക്കുന്നതാണോ പറയുന്നത്? അല്ല, ഇത്തരത്തിൽ BJPക്ക് ശക്തിയുള്ള സ്ഥലമാണ് ബേപ്പൂര്. അവിടെ ഒരു 5000-7000 വോട്ട് അല്ലെങ്കിൽ 10000 വോട്ട് മറയ്ക്കാൻ BJPക്ക് ഉണ്ട്. അവിടെ 10-25,000 വോട്ട് വരെ അവിടെ BJPക്ക് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഒരു 10000 വോട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറഞ്ഞ വോട്ടിനെങ്കിലും ആര് ജയിക്കും? അവിടെ നമ്മുടെ റിയാസ് ജയിക്കും. അവിടെ നമ്മുടെ PV അൻവറിന് ആവറേജ് ഒരു 10000 വോട്ട് സ്വന്തമായി പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിലമ്പൂരിൽ സ്വന്തമായിട്ട് 20,000 വോട്ട് പിടിച്ച ആളാണ്. പക്ഷേ കോഴിക്കോട് ബേപ്പൂരിൽ സ്വന്തമായിട്ട് തന്നെ അദ്ദേഹത്തിന് 10000 വോട്ട് പിടിച്ച് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവിടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 1343 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDFനുള്ളത്. കോഴിക്കോട് 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം കിട്ടിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് ബേപ്പൂരാണ്, ഒന്ന് എലത്തൂരാണ് ശശീന്ദ്രൻ്റെ മണ്ഡലം, പിന്നെ കോഴിക്കോട് നോർത്താണ്. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള പിന്നിൽ നിൽക്കുന്നത്
1343 ബേപ്പൂരാണ്. അപ്പോൾ ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെ ഒരു 10,000 വോട്ട് ഇങ്ങോട്ട് മറിയുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേറൊരു വോട്ട് അവിടെ കടന്നു കയറണം. അപ്പോൾ BJPയുടെ ഒരു 10,000 വോട്ട് ഇങ്ങോട്ട് മറിക്കാൻ അവിടെ കപ്പാസിറ്റി ഉള്ള സ്ഥലമാണ്. ബേപ്പൂരിൽ നല്ല ശക്തിയുള്ള സ്ഥലമാണ്. ശരിക്കും കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം BJPക്ക് വോട്ടുള്ള സ്ഥലം ബേപ്പൂരായിരുന്നു. പിന്നീട് അത് ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ബേപ്പൂരിൽ സ്ഥിരമായിട്ടുള്ള മാറാട് കലാപമൊക്കെയുള്ള സ്ഥലത്തായിരുന്നു. അവിടെ BJP ശക്തമാണ്, അതേ മുസ്ലിം ലീഗ് ശക്തമാണ്, തീവ്രവാദ സംഘടനകളൊക്കെ ശക്തമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത്തവണ വോട്ട് മറച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ കാണണമെങ്കിൽ ഇലക്ഷൻ പൂർത്തീകരണം, വന്ന വോട്ടിംഗ് ടോട്ടൽ വോട്ട് വരണം. അത് വരാതെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പിണറായി വിജയൻ പറയുന്നതിൽ വസ്തുതയുണ്ട് എന്നാണ് ഞാൻ ഇപ്പം വിലയിരുത്തുന്നത്. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് സാധാരണ നമ്മൾ ഇത്രയധികം ഭരണവിരുദ്ധ വോട്ടുകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, പിണറായി വിരുദ്ധ വോട്ടുകൾ ഉണ്ടാകുമ്പോൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുമ്പോൾ, അതേപോലെ ശബരിമല ഇഷ്യൂ ഏറ്റവും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും പിണറായി വിജയൻ അധികാരത്തിൽ വരില്ല. ഈവൻ 140 സീറ്റ് വരെ തോൽക്കാന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ സ്ട്രാറ്റജി ഇന്നലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ 30 സീറ്റുകൾ BJPയുമായി ധാരണയിൽ BJPക്ക് വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ CPM UDF വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ 10 സ്ഥലങ്ങളിൽ BJPക്ക് ഒരു 10 സ്ഥലത്ത് CPM അങ്ങോട്ട് വോട്ട് മറച്ചിട്ടുണ്ടെങ്കിൽ, അത് ആ 40 സീറ്റുകളിലുള്ള രാസപ്രക്രിയ കൃത്യമായി നടന്നിട്ടുണ്ടെങ്കിൽ UDFന് അധികാരത്തിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വേണം കരുതാൻ. കാരണം ഈ ഇപ്പോഴത്തെ സ്ട്രാറ്റജി വന്നിരിക്കുന്നത് ഈ അറിയുന്ന ഈ രഹസ്യം ഇങ്ങനെ പരസ്പരമുള്ള ധാരണ ഏതെങ്കിലും ഈ പറയുന്ന സർവേയിൽ വ്യക്തമല്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പ്രചരണം നടത്തുന്നതെന്ന് വെച്ചാൽ LDFൽ മന്ത്രിമാരായിട്ട് മത്സരിക്കുന്ന ആളുകൾ തോൽക്കേണ്ടവരാരൊക്കെയാണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് മുഹമ്മദ് റിയാസ് തോൽക്കണമെന്നാണ് പലരും പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അനുഭാവികളും UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരും മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ തോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അവരുടെ വികാരം അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പം മുഹമ്മദ് റിയാസ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അർഹിക്കാത്ത ഒരു പരിഗണന മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളുടെ ഭർത്താവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകി. അല്ലാതെ ഭരണം കാഴ്ചവെക്കുന്നതിൻ്റെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുറേയധികം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറയുന്നത് ഒരു വാസ്തവം തന്നെയാണ്. ടൂറിസം വകുപ്പൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പിഴവാണ് ഇപ്പോൾ ഷംസീറിനെ അടക്കം വെട്ടിമാറ്റിക്കൊണ്ടാണ് മന്ത്രിസഭയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. ശൈലജ ടീച്ചറെ വെട്ടിമാറ്റി. ഈ ഒരു വികാരമാണ് മുഹമ്മദ് റിയാസിനെതിരെ പ്രവർത്തിക്കുന്നത്. അതായത് മുഹമ്മദ് റിയാസിനെതിരെ എല്ലാ ജനങ്ങളും എതിരാണെന്നുള്ള എല്ലാവർക്കും അറിയാം. CPMൽ തന്നെ എതിരാണെന്നുള്ള അറിയാം. കാരണം അദ്ദേഹത്തിന് യാതൊരു അർഹതയില്ലാതെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനത്ത് കൊടുത്തതും, അതേപോലെ കോഴിക്കോട് ലോക്സഭാ ഇലക്ഷനിൽ നിർത്തിയതും, അതിനുശേഷം അദ്ദേഹത്തെ ബേപ്പൂർ കൊണ്ട് നിർത്തിയതും എല്ലാം തന്നെ അദ്ദേഹത്തെക്കാൾ കഴിവും പരിചയമുള്ള സീനിയറായ ധാരാളം ആളുകളുണ്ട്. എന്തിന് മന്ത്രിസ്ഥാനം വരെ കൊടുത്ത AI ഷംസീറിനെ വെട്ടിമാറ്റിയിട്ടല്ലേ കൊടുത്തത്. ഇപ്പം ഈ തവണ AI ഷംസീറിനെ വെട്ടിമാറ്റുന്നത് എന്തിനാണ്? ഇദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവായത് കൊണ്ട് മാത്രമല്ലേ മന്ത്രിയായത്. അതെങ്ങനെയാണ്? ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് അവിടുന്ന് രേഖകൾ കടത്തിക്കൊണ്ടുപോയ അന്ന് മുതൽക്കാണ് പിണറായി വിജയന് എതിരെയുള്ള ശക്തമായ തെളിവുകളാണ് ആരുടെ അടുത്ത്? മുഹമ്മദ് റിയാസിൻ്റെ അടുത്തുള്ളത്. ആ റിയാസിൻ്റെ അടുത്തുള്ള തെളിവുകൾ ഉള്ളിടത്തോളം കാലം പിണറായി വിജയന് മുഹമ്മദ് റിയാസിനെ അനുസരിച്ചേ പറ്റുള്ളൂ. കാരണം അതിൽ കമല ഇൻ്റർനാഷണൽ എക്സ്പെർട്ടിംഗ് കമ്പനിയിലേക്ക് വന്ന 75 കോടി രൂപയുടെ രേഖകളും പിണറായി വിജയന് ലാവ്ലിംഗ് കേസിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വന്ന അടക്കമുള്ള പണത്തിൻ്റെ രേഖകളുമെല്ലാമാണ് ക്രൈമിൻ്റെ കൈവശമുള്ളത്. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിണറായി വിജയന് കൃത്യമായി കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പുറത്താണ്. അദ്ദേഹത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സന്ദർഭത്തിൽ അദ്ദേഹം വന്ന വഴികളെല്ലാം വളഞ്ഞ വഴി കൂടിയാണ് അദ്ദേഹം കയറി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണ്. നമുക്ക് മുഹമ്മദ് റിയാസ് എന്നുള്ള കഥാപാത്രം രാഷ്ട്രീയത്തിൽ ഏറ്റവും അപശകുനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരാൾക്ക് ബ്ലാക്ക് മെയിലിംഗ് നടത്തി രേഖകൾ ഉപയോഗിച്ച് എങ്ങനെ അധികാരത്തിലെത്താം, എന്നിട്ട് മകളെ പോലും കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ഗതികേട് പിണറായി വിജയന് വന്നു. അല്ല, പക്ഷെ അപശകുനം, രാഷ്ട്രീയത്തിൽ അപശകുനം എന്ന് പറഞ്ഞല്ലോ, പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ടൂറിസം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കുമല്ലോ ജനങ്ങൾ.
നമുക്കറിയാലോ, കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും അഴിമതി നടത്തിയിട്ടുള്ള മന്ത്രിമാർ ഒന്നാം സ്ഥാനത്താണ് മുഹമ്മദ് റിയാസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തെളിവുകളുണ്ടോ? അതിനുള്ള ധാരാളം തെളിവുകളാണല്ലോ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും കഥ ഏറ്റവും അധികം നടന്നിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിലും ടൂറിസം വകുപ്പിലാണ്. പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് അവർ ഇത് കൊടുക്കാറ്, ടെൻഡർ കൊടുക്കാറ്? ഒരാളുങ്കലിനാണ്. ഒരാളുങ്കലിൻ്റെ പരിപാടി ഇങ്ങനെയാണ്: 100 രൂപയ്ക്കുള്ളത് 200 രൂപയാക്കും, 200 രൂപയുള്ളത് 100 രൂപ വരെക്കുള്ള കമ്മീഷനാണ്. അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള രൂപത്തിലാണ് കേരളത്തിലെ കെട്ടിടങ്ങൾ, ഗവൺമെൻറ് ആവശ്യമുള്ള ഹോസ്പിറ്റലായാലും അല്ല റോഡായാലും അല്ലാതെയുള്ള കെട്ടിടങ്ങളും റോഡുകളൊക്കെ നിർമ്മിക്കുന്നത്. ഈവൻറ്റ് മാനേജ്മെന്റ് അടക്കം നടത്തുന്നത് ഇതൊക്കെ ഇതിൻ്റെ കീഴിലല്ലേ. അപ്പോൾ ആ വഴിക്കുള്ളത് ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതേപോലെ തന്നെയാണ് വലിയ തോതിൽ അഴിമതികൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് എത്രയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതൊരു ആരോപണം മാത്രമല്ലേ, തെളിവുകൾ വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ല. തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഒരാളുകളെ സംബന്ധിച്ചോളം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തിന്, നമ്മുടെ അവസാനം നടന്ന ശബരിമല ആഗോള സംഗമത്തിൽ നടന്ന അഴിമതിയുടെ കഥ ഹൈക്കോടതിയിലടക്കം വന്നിട്ടുള്ള അത് ടൂറിസവുമായി ബന്ധപ്പെട്ട വഴിയാണ്. ടൂറിസവും കൂടി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. ആഗോള സംഗമം നടത്തിയതിന്റെ ഈ ഊരാളുകളിൽ കൊടുത്ത ആരാണ്? ഈ പൊതുമരാമത്ത് വകുപ്പ് അല്ലേ കൊടുക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? അവിടെ നടന്ന എന്തൊക്കെയാണ് സ്ഥിതികൾ? എല്ലാം തട്ടിപ്പും വെട്ടിപ്പായിരുന്നില്ലേ? പരസ്യമായ കാര്യമല്ലേ ഹൈക്കോടതി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയുള്ള എത്ര തട്ടിപ്പുകളാണ്. ഒരു റോഡ് പണിയുടെ കാര്യത്തിൽ എത്ര ശതമാനം കമ്മീഷൻ കിട്ടും? ഈ കമ്മീഷൻ കംപ്ലീറ്റ് എങ്ങനെയാണ് ഊരാളുകൾ വഴിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്? ശരി, തീർച്ചയായിട്ടും. അപ്പം 4-ാം തീയതി ഇനി ഏതായാലും 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കേട്ടോ. അതായത് പിണറായി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു. അല്ല, അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ പറഞ്ഞു. വളഞ്ഞ വഴി കൂടെ പിണറായി വിജയൻ ഏത് കാര്യങ്ങളും നേടാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പന്തൽ കെട്ടാൻ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഈ ഇതുണ്ടല്ലോ, നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ, അത് ഈ കാര്യങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? BJP 30 മണ്ഡലങ്ങളിൽ CPM-നും CPM 10 മണ്ഡലങ്ങളിൽ BJPക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അത് ആർക്കെങ്കിലും എക്സിറ്റ് പോളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ? ഇല്ല. അതേട്ടം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നടന്നാലും അതിനപ്പുറത്തേക്കുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതൊരു കാൽക്കുലേഷൻ മാത്രമാണ് പിണറായി വിജയന്റെ. എന്തായാലും ശരിയാണ്. ഇപ്പൊ NS മാധവനെ പോലുള്ള എഴുത്തുകാരൊക്കെ കൃത്യമായിട്ടും വീണ്ടും LDF-നാണ്. അദ്ദേഹം മണ്ഡലം തിരിച്ചിട്ട് എത്ര സീറ്റുകൾ ലഭിക്കുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായി, മുൻതൂക്കം നൽകുന്നത്. അദ്ദേഹത്തിന്റെ പ്രവചനം കഴിഞ്ഞ തവണയൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പൊ ആ പ്രവചനമാണോ ശരിയാവുക, അതോ ഇപ്പം എക്സിറ്റ് പോൾ ആണോ ശരിയാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ. അതേ പിണറായിന്റെ കാൽക്കുലേഷൻ ആദ്യം ഉണ്ടായിരുന്നത് എന്താണ്? ഒന്ന്, അതാത് നിയോജക മണ്ഡലങ്ങളിൽ അവിടെയുള്ള MLA-മാരെ തന്നെ മത്സരിപ്പിക്കുക. പിണറായി വിരുദ്ധ തരംഗമുണ്ട് എന്ന് പിണറായിക്ക് അറിയാം. അതിനെ മറികടക്കാനാണ് അതാത് മണ്ഡലങ്ങളിലെ MLA-മാരെ തന്നെ വീണ്ടും നിയമിക്കുക. അപ്പോൾ അവർക്ക് ജനങ്ങളുമായി ബന്ധമുണ്ട്. കുറഞ്ഞ ദിവസം കൊണ്ട് അതിനെ അട്ടിമറിക്കാൻ മറ്റുള്ളവർക്ക് അത് കഴിയില്ല എന്നുള്ളൊരു നിലപാട്. പിന്നെ പെൻഷൻ എന്ന് പറഞ്ഞാൽ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് 65 ലക്ഷം പേർക്കാണ് കിട്ടിയത്. അതിലൊരു നല്ലൊരു ശതമാനം വോട്ടുകൾ മറിച്ചു കുത്തിയാലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഇതിനൊക്കെ മറികടക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊന്നും അറിയാത്ത രാഷ്ട്രീയത്തിലെ അശ്ലീലതയാണ്. BJP CPM-ന് വോട്ട് ചെയ്യുന്നു, CPM BJP വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രക്രിയ. ഈ 5000 വോട്ട് എന്ന് പറയുന്ന വരെയുള്ള സ്ഥലങ്ങളിൽ മറച്ചു കുത്തി അതിനെ മറികടക്കാനുള്ള ട്രെൻഡ്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ 30 സീറ്റുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇവർ ഇലക്ഷനിൽ ലക്ഷ്യം നേടുക എന്നുള്ളതാണല്ലോ എല്ലാവരും ലക്ഷ്യം. യുദ്ധത്തിൽ എങ്ങനെ ജയിക്കേണ്ടതെന്ന് വെച്ചാൽ യുദ്ധത്തിൽ മുന്നിലുള്ള ആൾക്കാരെ തോൽപ്പിക്കുക, ഏത് മാർഗം ചെയ്ത് തോൽപ്പിക്കാമെന്ന് ആരാ പറഞ്ഞത്? ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് മാർഗം, വളഞ്ഞ വഴി ഉപയോഗിച്ച നേരായ വഴി ഉപയോഗിച്ചാലും ഏത് വഴി ഉപയോഗിച്ചാലും ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് എൻ്റെ മുന്നിലുള്ള, ഞാൻ അതാണ് പങ്കിട്ടത്. ആത്മവിശ്വാസത്തിന് തിരിച്ചടി ഉണ്ടാവുമോ നമുക്ക് കാത്തിരുന്നു. 4-ാം തീയതി വെയിറ്റ് ചെയ്യാം. കാരണം അത് അത്ര മാത്രമേ നടക്കുള്ളൂ. കാരണം വോട്ട് ചെയ്ത ആൾക്കാരുടെ സ്ഥിതി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മുമ്പ് എത്രയോ എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും UDF അധികാരത്തിൽ വരും, അതിനൊക്കെ മറികടന്ന് എന്നുള്ളതാണ് നമ്മളുടെ വസ്തുത.